ഒരാളെ കള്ളക്കേസിൽ കുടുക്കാനും കേസുകൾ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ മായ്ച്ചുകളയാനും കേരള പോലീസിന് വല്ലാത്ത വിരുദാണ്. കൊല്ലം കുണ്ടറയിലെ കസ്റ്റഡി മർദ്ദന കേസിൽ അതാണ് സംഭവിച്ചത്. പോലീസ് വ്യാജമൊഴി ചമച്ചെന്ന ഗുരുതര ആരോപണവുമായി മരിച്ച സിയാദിൻ്റെ പിതൃ സഹോദരൻ രംഗത്തെത്തി. താൻ നൽകാത്ത മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയതെന്ന് ബഷീർ ആരോപിച്ചു. സിയാദിനെ സുഹൃത്ത് രഞ്ജിത്ത് മർദ്ദിച്ചുവെന്ന് മറ്റൊരാൾ പറഞ്ഞതായി മൊഴിയിൽ ചേർത്തിട്ടുണ്ടെങ്കിലും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ബഷീറിൻ്റെ വിശദീകരണം. അതേസമയം മൊഴിയിൽ കൃത്രിമം നടത്തിയിട്ടില്ലെന്നാണ് കുണ്ടറ പോലീസ് പറയുന്നത്. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി സിയാദിന്റെ പിതാവിന്റെ സഹോദരനാണ് രംഗത്ത് വന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശേഷം സിയാദിനെ രഞ്ജിത്ത് മർദ്ദിച്ചുവെന്ന് തന്റെ സഹോദരൻ പറഞ്ഞുവെന്നായിരുന്നു ബഷീറിന്റെ മൊഴിയായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ താൻ നൽകാത്ത മൊഴി പോലീസ് എഴുതി ചേർക്കുകയായിരുന്നുവെന്ന് സിയാദിന്റെ പിതാവിന്റെ സഹോദരൻ ബഷീർ പറഞ്ഞു. സിയാദിനെ മർദ്ദിച്ചത് പോലീസ് തന്നെയാണെന്നും ബഷീർ. അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനത്തെ കാര്യം? ഞാൻ വേറെ അടിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. വേറൊരു രഞ്ജിത്ത് അവർ പറയുന്നത് ഇപ്പം എന്താ രഞ്ജിത്ത് എന്ന് പറയുന്നൊരു പാർട്ടി അടിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അവർ രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും എല്ലാവരും. എന്താ തീർച്ചയായിട്ടും ഞാൻ മൊഴി കൊടുക്കാൻ വേണ്ടി പോയതാണ്. മരണം അറിഞ്ഞു പോയതാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ നോക്കി ചേട്ടനെ വിളിച്ചാൽ പറഞ്ഞാൽ ഞാൻ മെഡിക്കൽ കോളേജ് അയക്കാൻ വരാം. അതിന് ഇതേപോലെ മരിച്ചെന്ന് പറഞ്ഞപ്പം ആൾ ബോധം കെട്ട് വീണു. എനിക്ക് ഞാൻ പറഞ്ഞ സിയാൻ്റെ കൊച്ചാപ്പ ഞാൻ മരണം അറിഞ്ഞ് വന്നതാ, ഇവിടെ മൊഴി കൊടുക്കാൻ വേണ്ടി വന്നതാ. എന്നാ പറഞ്ഞിട്ട് കാര്യം ചെയ്ത് സിയവരെടുത്ത് പറഞ്ഞ് അവർ ഇരുത്തി തന്നെ. അതേസമയം സിയാദിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് സി മൂലമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. സംഭവത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിയാദിനെ ചികിത്സിച്ച ഡോക്ടർമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാണ് അന്വേഷണം നടക്കുന്നത്. സിയാദിന്റെ മെഡിക്കൽ പരിശോധനയിലും സ്കാനിംഗ് റിപ്പോർട്ടിലും നട്ടെല്ലിന് ക്ഷതവും പഴുപ്പും കണ്ടെത്തിയിരുന്നു. ഇതാണ് കുടുംബത്തിനെ ലോക്കപ്പ് മർദ്ദനമെന്ന സംശയത്തിലേക്ക് എത്തിച്ചത്. ന്യൂസ് 18 കൊല്ലം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.